എൻ്റെ മെൻറ്ററായ വൈഷ്ണവി ടീച്ചർ വളരെ പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പാഠ്യേതരമായി വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്പീച്ചസും കോണ്ടാക്റ്റുമാണ് ടീച്ചർ നിലനിർത്തുന്നത്. ഹായ്, ഇത് ഷേർലിയാ. ഞാൻ BA സൈക്കോളജി എടുത്തേക്കുന്നത്. എൻ്റെ മെൻറ്റർ സുനീറ മാമാണ്. സുനീറ മാം നല്ല സപ്പോർട്ടിങ്ങും ഹെൽപ്പിങ്ങും എന്നെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യും. നല്ല കോൺഫിഡൻസ് എന്നിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എൻ്റെ സ്റ്റഡീസൊക്കെ മുംബൈയിലായിരുന്നു. ഞാൻ ജനിച്ചതും പഠിച്ചതും എല്ലാം മുംബൈയിലായിരുന്നു. എൻ്റെ BComൻ്റെ 3rd ഇയർ എക്സാം ഞാൻ പാസ്സായില്ല. അത് കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റ്ലി എനിക്ക് ലേൺ വൈസിൻ്റെ ഞാനിത് കണ്ടു. ലേൺ വൈസ് എനിക്ക് നല്ലൊരു ക്ലാസ് ഒക്കെയാണ് ലേൺ വൈസ്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ. താങ്ക് യു ഓൾ മൈ ലേൺ വൈസ് ഫാമിലി. ഞാൻ BBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ പേര് രജനി എന്നാണ്. എൻ്റെ മെൻറ്റർ ഹിബ മാഡമാണ്. ഹിബ മാഡം എനിക്ക് വളരെയധികം പഠിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ആഴ്ചയും വിളിച്ച് എന്തൊക്കെ പഠിച്ചു, ഈ ആഴ്ച എന്തൊക്കെ ചെയ്തു, ഈ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാഡം ചോദിക്കാറുണ്ട്. പിന്നെ മാഡം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന കാരണം എനിക്കും പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അടുത്ത പ്രാവശ്യം മാഡം വിളിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചെന്ന് പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാനും ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് പഠിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ കോമേഴ്സ് പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ മാഡം എപ്പോഴും എനിക്ക് നല്ല എൻകറേജ്മെൻറ്റ് തരാറുണ്ട്. പഠിക്കാൻ സാധിക്കും, കഴിയും, നന്നായി ട്രൈ ചെയ്യ്, പഠിക്കും, ഒന്നുകൂടി ക്ലാസ്സുകൾ കേൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ BBAയിൽ ഫസ്റ്റ് സെമ്മ് വളരെ ലേറ്റായിട്ടാണ് ജോയിൻ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് എഴുതാനും ക്ലാസ്സുകളൊക്കെ കേൾക്കാനും ഒക്കെ മാഡം എനിക്ക് വളരെ എൻകറേജ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ എനിക്ക് ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ അസൈൻമെൻറ്റിനൊക്കെ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ആകെ ഒരു സബ്ജക്റ്റിൻ്റെ റിസൾട്ടേ വന്നിട്ടുള്ളെങ്കിലും അതിലും നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഹിബ മാമിനോട് വളരെയധികം നന്ദിയുണ്ട്. ഹായ്, ഞാൻ ടീന ഐസക്. 2024 MPA ജൂലൈ ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് കിട്ടിയ മെൻറ്റർ വാണി മാം ആണ്. സോ വളരെ കുറച്ച് നാളത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് മാമുമായിട്ടുള്ളതെങ്കിൽ പോലും വളരെ നല്ല ഒരു മെൻറ്റർഷിപ്പാണ് മാം പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അക്കാഡമിക്സിനും അപ്പുറത്തേക്കുള്ള ഒരു സപ്പോർട്ടാണ് പലപ്പോഴും മാമിൽ നിന്നും ലഭിക്കുന്നത്. ഇതിനു മുന്നേ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പല കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് മെൻറ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവരൊന്നും ഇത്രയും ഒരു സപ്പോർട്ടീവാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കുക, ഇതൊക്കെ നമ്മളെക്കാളും എഫേർട്ട് എടുത്തിട്ടാണ് മാം നമ്മുടെ കൂടെ നിൽക്കുന്നത്. കൃത്യമായിട്ട് അതിനുള്ള പ്രോപ്പർ ഗൈഡൻസ് തരികയും അതിന് നമ്മളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുകയും ഒക്കെ മാം ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മാമിനെ കോണ്ടാക്ട് ചെയ്യാം, എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് എപ്പം മാമിനോട് സംസാരിച്ചാൽ ഒരു പോസിറ്റീവ് വൈബാണ്. നമുക്ക് ഒരു ടെൻഷനും തോന്നില്ല. ചിലരോടൊന്നും നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ തോന്നാറില്ല. പക്ഷേ അതുപോലെയൊന്നുമല്ല, മാമിനെ നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു എപ്പോൾ ഒരു ഫ്രണ്ട്ലി നേച്ചറാണ്. സോ നമുക്ക് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം, അങ്ങനെയുള്ളൊരു നേച്ചറാണ്. സോ ഈ ഒരു കോഴ്സ് എടുത്തപ്പോൾ തന്നെ എനിക്കൊരുപാട് കൺഫ്യൂഷൻസും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെപ്പോലുള്ള ഒരാൾക്ക്, ഞാൻ മാത്രമല്ല ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസാണ്. വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹൗസ് വൈഫുണ്ട്. അപ്പം ഒരുപാട് വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആയിരിക്കും ഉള്ളത്. അപ്പം എനിക്ക് ഒരുപാട് ടെൻഷനുകളുണ്ടായിരുന്നു. എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു 9 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് വീണ്ടും പഠിക്കാൻ വരുന്നത്. സോ ഒരു തിയറി എക്സാം, ഒരു ഒബ്ജക്റ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയല്ലല്ലോ ഒരു തിയറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ഒരുപാട്
എസ്സേ മോഡലിലുള്ള ആൻസേഴ്സ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അസൈൻമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ടൈമിലും മാം കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് തരികയും ഇങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം, ഇങ്ങനെ വേണം അസൈൻമെൻറ്റ് എഴുതാനും, അങ്ങനെ ഓരോന്നും കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് തരികയും അതുപോലെ തന്നെ ആ തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പും എല്ലാം ഒക്കെ ചെയ്തിട്ട് സോ വളരെയധികം സപ്പോർട്ടീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. മാമിൻ്റെ ഓരോ സ്റ്റുഡൻസിനെയും, അതേപോലെ ഇപ്പോൾ എന്നെ മാത്രമല്ല ഓരോ സ്റ്റുഡൻസിനെയും കൃത്യമായിട്ട് മാം അനലൈസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും കപ്പാസിറ്റി എങ്ങനെയാണ് ഓരോരുത്തരും എഴുതി തീർക്കുന്നതും അവർക്ക് ആ ഒരു കറക്റ്റ് ടൈമിലുള്ള സപ്പോർട്ടും എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. സോ എനിക്ക് കിട്ടിയ മെൻ്റൽ 100% സാറ്റിസ്ഫൈഡ് ആണ്. വാണി മാം ഒരു ബെസ്റ്റ് മെൻറ്റർ ആണെന്ന് തന്നെ പറയാം. ഇന്ന് ഈ നിമിഷത്തിൽ എനിക്ക് പ്രത്യേകമായിട്ടും പറയാനുള്ളത് ലേൺവൈസ് ആപ്പിനെ പറ്റിയും പിന്നെ എൻ്റെ ഈ പാത്തിലേക്ക് നല്ല രീതിയിൽ നടത്തിക്കുന്ന എൻ്റെ രാഗി മാമിനെ പറ്റിയുമാണ്. കാരണം വേറൊന്നുമല്ല, MBA ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ലേൺവൈസിനെ ഞാൻ സമീപിക്കുന്നത്. എൻ്റെ നെയ്ബർ വഴിയാണ് ലേൺവൈസ് ആപ്പിനെ പറ്റി ഞാൻ അറിയുന്നത്. അപ്പോൾ റെഗുലറായിട്ട് ഞാൻ BCom ചെയ്തിരുന്ന സമയത്ത് അത്രയും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഡിസ്റ്റൻ്റായിട്ട് ഇഗ്നോ വഴി ചെയ്യാൻ പറ്റുമോ, ക്ലാസ്സൊക്കെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ലേൺവൈസ് ആപ്പിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ മെറിൻ മാം ആണ്. അപ്പോൾ അഡ്മിഷൻ എടുത്ത് ഇപ്പോൾ വരെയും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ തന്നെ നമ്മുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നതാണ് രാഗി മാമും അതുപോലെ തന്നെ നമ്മുടെ മെറിൻ മാമും. മെറിൻ മാമിൻ്റെ കീഴിൽ വന്ന് അഡ്മിഷൻ എടുത്ത് എല്ലാ പ്രോസസ്സും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഞാൻ കോൺടാക്ട് ചെയ്യുന്ന രാഗി മാമിനെയാണ്. എൻ്റെ പഠന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു. എല്ലാ സപ്പോർട്ടും തന്നു. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മാം ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. അതിനൊന്നും മാമിനൊരു കുഴപ്പമില്ല. നമ്മൾ പ്രത്യേകമായിട്ടും എനിക്ക് രാഗി മാമിനെ പറ്റിയും മെറിൻ മാമിനെ പറ്റിയും പറയാനുള്ളത് സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ തരും. ഇപ്പോൾ വീക്ക്ലി കോൾസ് വന്നാലും നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് ഡ്രോബാക്ക് നമുക്കൊരു ഇത് വന്നാലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ആയി പോയാലും മാം നമുക്ക് അത്രയും സപ്പോർട്ടും സ്ട്രെങ്ത്തും തന്നിട്ട് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് നമ്മുടെ ആ വഴിയിലൂടെ എത്തിക്കും. അതിലൊന്നും മാമിനൊരു ഇതുമില്ല കാര്യം, അതിലൊന്നും മാമിനൊരു മടിയില്ല കാര്യം. എല്ലാവരെയും ഒരുപോലെ കണ്ട് മാം ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും എല്ലാ ഒരു ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കില്ല. കാരണം ഞാൻ കോളേജിൽ റെഗുലറായിട്ട് പഠിച്ചപ്പോൾ പോലും കിട്ടുന്ന അതിനേക്കാൾ എത്രയോ മടങ്ങ് ലേൺവൈസ് ആപ്പ് വഴി എനിക്ക് കിട്ടുന്നുണ്ട്. അത് രാഗി മാം തരുന്നുണ്ട്. അപ്പോൾ രാവിലെ ആയാലും മാം എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് എല്ലാം മാം പറഞ്ഞു തരും. ലേൺവൈസ് ആപ്പിനെ പറ്റിയോ രാഗി മാമിനെ പറ്റിയോ മെറിൻ മാമിനെ പറ്റിയോ ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല കാര്യം. അത്രയും സ്ട്രെങ്ത്തും സപ്പോർട്ടും മാം എനിക്ക് ഇതുവരെയും തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും മാമിൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ സത്യം പറയാലോ, റെഗുലറായിട്ടൊരു കോളേജിൽ പഠിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് ലേൺവൈസ് ആപ്പ് സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ എല്ലാവർക്കും ഞാൻ ഈ ആപ്പ് ഷെയർ ചെയ്യും. എൻ്റെ മാമിനെ പറ്റി പറയാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് മാമിനെ പറ്റി ഇപ്പോൾ പറയാൻ. മാമിനെ പറ്റി പറഞ്ഞാലും സത്യം പറഞ്ഞാൽ മതിയാവില്ല. അത്രയ്ക്കും സപ്പോർട്ട് രാഗി മാം തരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് രാഗി മാം. ഇത്രയും സപ്പോർട്ട് തരുന്ന, സ്നേഹം തരുന്ന, എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് നമുക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന രാഗി മാമിന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ നൈസ് ഡേ.